ബ്രില്യൻ ബാല ജൂനിയേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണിത്. 2023 ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും സംഭവവികാസങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തേത് SS രാജമൗലി സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രമായ RRRലെ നാട്ടു നാട്ടു എന്ന ഗാനം ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ഓസ്കറും നേടി. You guys ready? Ooh! RRR! ഈ ഗാനത്തിന്റെ മ്യൂസിക് ഡയറക്ടർ MM കീരവാണിയും ലിറിസിസ്റ്റ് ചന്ദ്രബോസും ആണ്. Thank you, Academy. I grew up listening to the Carpenters, and now here I am with the Oscars. There was only one wish on my mind. So was Rajamouli's and my family's. RRR has to win. Pride of every Indian, and must put me on the top of the world. Thank you, Kartikeya and Variance Films for making this possible. Love you all. Thank you. Namaste. ആദ്യമായി ഷോർട്ട് ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഓസ്കർ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ദ എലിഫന്റ് വിസ്പറേഴ്സ്. കാർത്തികി ഗോൺസ്വാലസ് ആണ് ഡയറക്ടർ. I stand here today to speak for the sacred bond between us and our natural world, for the respect of indigenous communities, and empathy towards other living beings we share our space with, and finally, for coexistence. Thank you to the Academy for recognizing our film, highlighting indigenous people and animals, to Netflix for believing in the power of this film, to Bowman Belly and for sharing their sacred tribal wisdom, to Guneet, my producer, and Sikya, to Douglas Blush, my mentor, and my entire team, and finally to my mother, father and sister who are up there somewhere, and you are the center of my universe, to my motherland, India. പ്രഥമ അണ്ടർ 19 വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം. വനിതാ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ആദ്യത്തെ ലോകകപ്പ് നേട്ടമാണിത്. 2023 ജനുവരി 14 മുതൽ 29 വരെ സൗത്ത് ആഫ്രിക്കയിലാണ് T20 വേൾഡ് കപ്പ് നടന്നത്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത്. ന്യൂസിലാൻഡിൽ ക്രിസ് ഹിപ്കിൻസ് പുതിയ പ്രധാനമന്ത്രി. 2017 മുതൽ 2023 ജനുവരി 25 വരെ ജെസിൻഡ ആർഡേൺ ആയിരുന്നു പ്രധാനമന്ത്രി. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിന് അർജന്റീന താരം ലയണൽ മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച വനിതാ താരം അലക്സിയ പ്യൂട്ടയാസ് ആണ്. സ്പാനിഷ് ഫുട്ബോൾ പ്ലെയറാണ്. സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. വ്യാഴത്തിന് 92 ഉപഗ്രഹങ്ങളുണ്ടെന്ന് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ സ്ഥിരീകരിച്ചു. നേരത്തെ 83 ഉപഗ്രഹങ്ങളുള്ള ശനിയായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഇപ്പോൾ ശനിക്ക് 2ാം സ്ഥാനമാണുള്ളത്. നമ്മുടെ അടുത്ത കറണ്ട് അഫയേഴ്സ് ഫാക്ട് യൂട്യൂബുമായി ബന്ധപ്പെട്ടതാണ്. യൂട്യൂബിൻ്റെ CEO സ്ഥാനത്തേക്ക് ഇന്ത്യൻ വംശജനായ നീൽ മോഹൻ നിയമിതനായി. ഗൂഗിൾ CEO സുന്ദർ പിച്ചെ, മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല എന്നിവരെ പോലെ ഒരു US ബേസ്ഡ് ടെക് കമ്പനിയുടെ തലപ്പത്ത് ഒരു ഇന്ത്യൻ വംശജൻ കൂടി നിയമിതനായിരിക്കുന്നു. ടെന്നീസിൽ ഏറ്റവും കൂടുതൽ കാലം ലോക 1ാം നമ്പർ സ്ഥാനത്ത് തുടർന്നതിൻ്റെ റെക്കോർഡ് സെർബിയൻ താരമായ നൊവാക് ജോക്കോവിച്ച് സ്വന്തമാക്കി. 378 ആഴ്ചകളാണ് അദ്ദേഹം 1ാം സ്ഥാനത്ത് തുടർന്നത്. എന്നാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം 1ാം സ്ഥാനത്ത് തുടർന്നതിൻ്റെ റെക്കോർഡ് റോജർ ഫെഡറർക്കാണ്. തുടർച്ചയായി 237 ആഴ്ചകളാണ് അദ്ദേഹം 1ാം സ്ഥാനത്ത് തുടർന്നത്. ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. 2023 ജനുവരി 13 മുതൽ 29 വരെയാണ് മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടന്നത്. ഹോസ്റ്റ് കൺട്രി ഇന്ത്യയായിരുന്നു. ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തിയാണ് ജർമ്മനി തങ്ങളുടെ 3ാം കിരീടം നേടിയത്. അപ്പോൾ മക്കളെ, ഇത്രയും കറണ്ട് അഫയേഴ്സ് ഫാക്റ്റാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പുതിയ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് യുവർ ബ്രില്യൻ ബാല ജൂനിയേഴ്സ്. കം ലെറ്റ്സ് ലേൺ വിത്ത് ഫൺ.